ഇന്ന് ഓഫീസ് കഴിഞ്ഞപാടെ ഓടിച്ചെന്നത് ഏലം റെസ്റ്റോറന്റിലാട്ടോ. കടവന്ത്രേന്ന് 2 കിലോമീറ്റർ നടന്നിട്ടാട്ടോ ഏലം റെസ്റ്റോറന്റിലെത്തിയത്. അവിടെ എത്തിയപ്പോഴേക്കിനാണ് മനസ്സിലായത് അവര് അവിടുന്ന് മാറിയെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഡെക്ക് റോസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഓടി വന്നത്. അപ്പോഴേക്കിനും ഇവിടെ മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇല്ല, ഞങ്ങൾ വിചാരിച്ചത് ഇവിടെ ഇല്ല എന്നായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, ഇവർ സെൻട്രൽ പാർക്കിൻ്റെ അവിടോട്ട് മൂവ് ചെയ്തു എന്നാ. അപ്പം ഞങ്ങൾ എന്തെടുത്തു, വീണ്ടും നടന്ന് അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തി കട കണ്ടുപിടിച്ചു. അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ, കുറേ ഐറ്റം ഉണ്ട്. ബീഫ് വിന്താലു, കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എനിക്കിന്ന് കഴിക്കാൻ തോന്നിയത് ഡെക്ക് റോസ്റ്റും അപ്പവും ആട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നടന്നില്ലേ, ഞാൻ നടക്കത്തൊന്നുമില്ല, കാരണം ഒരുപാട് നടന്നിട്ടാണ് നമ്മൾ റൂമിലെത്തുന്നത്. പക്ഷേ എനിക്കിന്ന് എന്തായാലും ഏലത്തിൽ നിന്ന് ഇത് കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് നടന്ന് അവിടെ എത്തി ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അവർക്ക് അറിയാം എന്നെ, കാരണം ഞാൻ മിക്കപ്പോഴും അവിടെ നിന്ന് കഴിക്കാറുണ്ട്. അപ്പോൾ അവർ മാറി ഇപ്പം ഇങ്ങോട്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് 2 അപ്പവും ഒരു ഡെക്ക് റോസ്റ്റും പറഞ്ഞു. പിന്നെ ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഏലം ചായ. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇവിടുത്തെ. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാൽ പോലും ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു പ്രത്യേക രുചിയാട്ടോ ഇവിടുത്തെ ഏലം ചായ. ഇഷ്ടപ്പെട്ടത് ഡെക്ക് റോസ്റ്റ് ആട്ടോ. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എനിക്ക് ഒന്നും കൂടെ ഡെക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ അപ്പത്തിൻ്റെ കൂടെ, പത്തിരിയുടെ കൂടെ ഒക്കെ ഇവിടെ പുട്ടുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അഫോർഡബിൾ റേറ്റിൽ, നല്ല ക്വാണ്ടിറ്റിയിൽ, നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ. ഞാൻ ഇവിടുത്തെ കൊച്ചിയിൽ കഴിച്ചതിൽ നല്ലൊരു ബെസ്റ്റ് റെസ്റ്റോറൻറ്റ് ഇത് തന്നെയാണെന്ന് പറയും. നല്ല ടേസ്റ്റാണ് ഇവരുടെ. 3-4 ചെറുപ്പക്കാർ ചേർന്നുണ്ടായ ഒരു കടയാണ് കേട്ടോ. ഏലം റെസ്റ്റോറൻ്റ് ആണെന്ന് പേര്. ഏലം റെസ്റ്റോറൻറ്റിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളത് ഏലം ചായ കേട്ടോ. ഇത് അടിപൊളിയാണ് ചായ. അതേപോലെ തന്നെ ബീഫ് വിന്താലു, നമ്മുടെ ഡക്ക് റോസ്റ്റ്, ഒരുപാട് കറി ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മെനു വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെ കേട്ടോ ഏലം. ഇതെനിക്ക് ഡക്ക് റോസ്റ്റിന്ന് ഒരു കരൾ കിട്ടി കേട്ടോ, അതാണ് ഞാൻ കഴിച്ചു നോക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. പിന്നെ ഞാൻ ഇവിടുത്തെ തന്നെ ബീഫ് വിന്താല് കഴിച്ചിട്ടുണ്ട്, സ്റ്റൂ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഡക്ക് ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും എനിക്ക് വിശന്നപ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. ഇതിൻ്റെ എക്സാക്റ്റ് പ്ലേസ് വരുന്നത് കൊച്ചിയിലെ പനമ്പള്ളി നഗറിൽ സെൻട്രൽ പാർക്കിന് അടുത്ത് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം നിങ്ങൾ കൊച്ചി വിസിറ്റ് ചെയ്യാമെങ്കിൽ ഇവിടെ വന്ന് കഴിച്ചു നോക്കുക. എല്ലാം നല്ലതാണെന്ന് പറയാം കേട്ടോ, കാരണം എനിക്ക് ഒന്നും ഇവിടുത്തെ കൊള്ളില്ല എന്ന് പറയാൻ പറ്റത്തില്ല, അത്രയും നല്ലതാണ്. സാധാരണ കടകളിലൊക്കെ അഫോർഡബിൾ റേറ്റ് ആയിരിക്കും, പക്ഷേ രുചിയിൽ നല്ല വ്യത്യാസം വരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, അഫോർഡബിൾ റേറ്റ് ആണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, അത്ര അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്. ഈ ഒരു സാലഡ് ഞാൻ ഇവിടുന്ന് മാത്രം കേട്ടോ കഴിച്ചിട്ടുള്ളത്. ഇത് ക്യാബേജ് ആണ്, പക്ഷേ ക്യാബേജിൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നതേ ഇല്ല. നല്ല ഫ്ലേവറും കാര്യങ്ങളും ഉണ്ട്, ലെമണും അങ്ങനെ കുറേ സാധനങ്ങൾ എന്തൊക്കെയോ ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ആ ഒരു ക്യാബേജിൻ്റെ ടേസ്റ്റ് ഇല്ല. ഞാൻ വേറെ എങ്ങും കഴിച്ചിട്ടില്ല കേട്ടോ ഈ സാലഡ്. ചില ടൈമിൽ നമുക്ക് വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നുമല്ലോ, അതും ചില സ്ഥലത്തെ ഫുഡ് നമ്മളൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാനൊക്കെ തോന്നും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് കഴിച്ചത് കൊണ്ട് തന്നെ ഇവിടെ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും നടന്ന് ഇവിടെ തന്നെ എത്തിയത്. പെട്ടെന്ന് കട ക്ലോസ് ആയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ, ഇവിടുത്തെ ഡെക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോഴാണ് അവർ പറഞ്ഞത് മാറി, ഇപ്പോൾ ഇവിടുന്ന് മാറി സെൻട്രൽ പാർക്കിൻ്റെ അവിടെയാണ്. അപ്പം നിങ്ങൾ അവിടെ ഒന്ന് പോയി ഒന്ന് വിസിറ്റ് ചെയ്ത്